സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വേദവചനം വായിക്കുന്നു. സങ്കീർത്തനം 86 5 തിരുവചനം. കർത്താവേ, അങ്ങ് നല്ലവനും ക്ഷമിക്കുന്നവനും അങ്ങയോട് അപേക്ഷിക്കുന്നവരോടൊക്കെയും മഹാദയാലുവുമാകുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 86 സങ്കീർത്തനം 5 തിരുവചനത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ 3 ഗുണഗണങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവ നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. ഇവിടെ പരിശുദ്ധാത്മാവ് ദാവീദ് രാജാവിലൂടെ വെളിപ്പെടുത്തുന്ന ആദ്യത്തെ സത്യം ദൈവം നല്ലവനെന്നുള്ളതാണ്. അതേ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് 100% വിശ്വസിക്കുവാൻ കഴിയുന്ന വിശ്വാസ്യ യോഗ്യമായ ഒരു കാര്യമാണ് ദൈവം നല്ലവനെന്നുള്ളത്. ഈ വിഷയത്തിൽ ആരും സംശയിക്കേണ്ടതില്ല. ദൈവം നല്ലവനാണ്. ദൈവത്തിന് നല്ലത് മാത്രമേ ചെയ്യുവാൻ കഴിയൂ. നല്ലത് മാത്രമേ ചെയ്യൂ. ദൈവം ചെയ്യുന്നതെന്തും നന്മയ്ക്കായി മാത്രം. അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കാം, ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവത്തെ ശരണപ്പെടാം. ദൈവം നല്ലത് മാത്രമേ വരുത്തുകയുള്ളൂ. രണ്ടാമതായി ഈ തിരുവചനത്തിൽ പറയുന്നത് ക്ഷമിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. നമ്മുടെ ഈ സമൂഹത്തിൽ ഒരു വലിയ സമൂഹം കുറ്റബോധത്തിൽ കഴിയുന്നവരുണ്ട്. കഴിഞ്ഞ നാളുകളിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾ, കുറ്റങ്ങൾ, അപരാധങ്ങൾ അതിപ്പോഴും അവരുടെ ഹൃദയത്തെ ആഴമായി മുറിവേൽപ്പിക്കുകയാണ്. ചിലപ്പോഴൊക്കെ അവർ സ്വയം പറയാറുണ്ട്, ഞാനങ്ങനെ ചെയ്യേണ്ടതില്ലായിരുന്നു, ഞാനങ്ങനെ പറയേണ്ടതില്ലായിരുന്നു. കുറ്റബോധം അവരെ ആഴമായി വേദനിപ്പിക്കുന്നു. ഈ പ്രഭാതത്തിൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് ക്ഷമിക്കുന്നവനാണ്. നിങ്ങൾ എത്ര ഘോര പാപിയെങ്കിലും കഴിഞ്ഞ നാളുകളിൽ ചെയ്ത പാപങ്ങളെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ടതില്ല. എന്തുകൊണ്ടെന്നാൽ പാപങ്ങളെ ക്ഷമിക്കുന്ന സർവശക്തനായ ദൈവം കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ വിളിക്കുന്നു. അവിടുന്ന് നിങ്ങളൊരിക്കലും പാപം ചെയ്തിട്ടില്ല എന്ന് തോന്നത്തക്കവണ്ണം നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ ശക്തനാണ്. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് സ്വർഗത്തിൽ നിന്നും ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയാണ്, അഥവാ പാപികൾക്ക് വേണ്ടിയാണ്. പാപങ്ങളെ ക്ഷമിക്കാനാണ്, പാപങ്ങളെ നീക്കുവാനാണ്, പാപങ്ങളെ എന്നേക്കുമായി നശിപ്പിക്കുവാനാണ്, പാപിയെ വീണ്ടെടുക്കുവാനാണ്, പാപിയെ രക്ഷിക്കുവാനാണ്. അതുകൊണ്ട് ഇനിയും ഞാൻ കഴിഞ്ഞ നാളുകളിൽ ചെയ്ത ആ പാപം അങ്ങനെ ചിന്തിച്ച് നിങ്ങളുടെ ഇന്നത്തെ സന്തോഷം, ഇന്നത്തെ സമാധാനം നിങ്ങൾ നഷ്ടമാക്കേണ്ടതില്ല. പാപങ്ങളെ ക്ഷമിക്കുന്ന കർത്താവിൻ്റെ തിരുരക്തത്താൽ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ്. വിശ്വസിക്കുക.
അവസാനമായി ഈ വചനത്തിൽ പറയുന്നത് പ്രാർത്ഥിക്കുന്നവരോട് മഹാദയാലുവായ ദൈവത്തെക്കുറിച്ചാണ്. അതെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരെങ്കിൽ ദൈവം നിങ്ങളോട് കൃപാലുവാണ്, ദയാലുവാണ്. അവിടുന്ന് കരുണയുള്ള ദൈവമാണ്, കൃപയുള്ള ദൈവമാണ്. ഇതൊക്കെയാണ് ഈ മഹാദയാലു എന്നുള്ള പദത്തിനർത്ഥം. അതെ, ഈ പ്രഭാതത്തിൽ നല്ലവനും ക്ഷമിക്കുന്നവനും പ്രാർത്ഥിക്കുന്നവരോട് മഹാദയാലുവുമാകുന്ന ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോ മനിക്കും സ്നേഹം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോ മനിക്കും സ്നേഹം. കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാരിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ. നാഥാ നിന്നെ എന്നും വാഴ്ത്തിടാം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോ മനിക്കും സ്നേഹം. കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാരിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ. നാഥാ നിന്നെ എന്നും വാഴ്ത്തിടാം. എന്നെ പേരു ചൊല്ലി വിളിച്ചു നീ, നിന്റെ മാറിൽ ചേർത്തു നീ. എന്നെ പേരു ചൊല്ലി വിളിച്ചു നീ, നിന്റെ മാറിൽ ചേർത്തു നീ. ഉള്ളിനുള്ളിൽ വചനം പകർന്നു നീ, നിന്റെ പുണ്യപാത തെളിച്ചു നീ. നേർവഴിയിൽ നയിച്ചു നീ. ഈശോയേ പാലകനേ, ഈശോയേ പാലകനേ.